ICDS സൂപ്പർവൈസർ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഹോം സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ കറക്റ്റ് ഓപ്ഷനും ഓൾട്ടർനേറ്റ് ഓപ്ഷൻസിൽ എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഓപ്ഷന്റെ എക്സ്പ്ലനേഷൻ എന്താണ് എന്നും കൂടെ നോക്കി നമുക്ക് മുമ്പോട്ട് പോകാം. ഞാനൊരു PSC ട്രെയിനറാണ്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡിസീസസ് ഇസ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ്? അപ്പൊ ഈ താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതാണ് കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഒരു ഡിസീസ് എന്നാണ് ഇവിടെ ചോദ്യം. അതായത് പകരുന്ന, മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന ഒരു ഡിസീസ്. റിക്കറ്റ്സ്, അമീബിയാസിസ്, ഡയബറ്റിസ് ആൻഡ് ക്യാൻസർ. ഇത് 4 നമുക്ക് ഇവിടെയുള്ള ഓപ്ഷൻസ്. ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന്റെ ആൻസർ മനസ്സിലായി കാണും അല്ലെ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ അതിന്റെ ഒരു ക്വിക്ക് എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് നോക്കാം. അമീബിയാസിസിനെ കുറിച്ച് കുറച്ച് കൂടുതൽ ഇൻഫർമേഷൻ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാ. കാരണം മറ്റേതെങ്കിലും ഇൻഫർമേഷനെ ബേസ് ചെയ്തും നമുക്ക് അടുത്ത ചോദ്യം വരാമല്ലോ. ആദ്യത്തെ പോയിന്റ് ഇവിടെ, അമീബിയാസിസ് is caused by Entamoeba histolytica. ഈ ഒരു പാരസൈറ്റ് ആണ് ഈ അമീബിയോസിസ് ഉണ്ടാക്കുന്നത്. സെക്കൻഡ്, ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടർ. അപ്പൊ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള, അതായത് ഈ ഒരു പാരസൈറ്റ് ഉള്ള ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം, അതിലൂടെയാണ് ശരിക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി അതും അല്ലെങ്കിൽ when there is a contact or a direct contact with fecal matter. Now, this parasite infection affects the intestines and can lead to symptoms like diarrhea, stomach pain, and sometimes liver abscesses. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് എന്ന്, അല്ലെങ്കിൽ ഇത് എങ്ങനെയൊക്കെയാണ് ഇൻഫെക്ഷൻസ് ശരീരത്തിൽ ഉണ്ടാക്കുന്നത്? ഇന്റസ്റ്റൈൻസിനെ ഇത് എഫക്ട് ചെയ്യും. അപ്പൊ ഇന്റസ്റ്റൈനെ എഫക്ട് ചെയ്യുമ്പം സിംറ്റംസ് നമുക്ക് കാണാവുന്നത് ഡയറിയ വരും, സ്റ്റമക് പെയിൻ വരും, ആൻഡ് ചില സമയത്ത് ലിവർ അബ്സെസസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് കമ്മ്യൂണിക്കബിൾ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ അണ്ടർ സൂട്ടബിൾ കണ്ടീഷൻസ്. അപ്പൊ ഇവിടെ സൂട്ടബിൾ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു അമീബിയോസിന്റെ സ്പ്രെഡിന് ആവശ്യമായ കണ്ടീഷൻ, അതായത് ബേസിക്കലി എന്താ പറയണ്ട, വൃത്തിഹീനമായ കണ്ടീഷൻസിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അടുത്ത ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരുന്നത് റിക്കറ്റ്സ് ആണ്. മറ്റൊരു ഓപ്ഷൻ നമ്മുടെ ഇൻകറക്റ്റ് ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ക്വസ്റ്റ്യൻ. ഇപ്പം റിക്കറ്റ്സ് ഇസ് നോട്ട് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. റിക്കറ്റ്സ് കമ്മ്യൂണിക്കബിൾ അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസറും അല്ല. കാരണം ഏതാണ് കമ്മ്യൂണിക്കബിൾ എന്നല്ല ചോദ്യത്തിലുണ്ടായിരുന്നത്. പക്ഷെ എന്താണ്, ഇറ്റ് ഇസ് എ കണ്ടീഷൻ ദാറ്റ് എഫക്ട്സ് ബോൺ ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ, കോസിംഗ് ദ ബോൺസ് ടു ബിക്കം സോഫ്റ്റ് ആൻഡ് വീക്ക്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ശരിക്കും കുട്ടികളിലെ ബോൺ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യും. അപ്പൊ ബോൺ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്ത് ബോൺസ് സോഫ്റ്റ് ആകുന്നു, ബോൺസ് വീക്ക് ആകുന്നു. അതാണ് ഇതിന്റെ ശരിക്കും ആ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത്. റിക്കറ്റ്സിന്റെ ആ ഒരു പ്രൈമറി കോസ് എന്ന് പറയുന്നത് വളരെ നീണ്ടു നിൽക്കുന്ന വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, കാൽഷ്യം അല്ലെങ്കിൽ ഫോസ്ഫേറ്റിന്റെ ഡെഫിഷ്യൻസി ഒക്കെ കൊണ്ടാണ് റിക്കറ്റ്സ് ഉണ്ടാകുന്നത്. Now, it is related to nutritional deficiencies, but it is not spread from person to person. ഇപ്പൊ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇത് പകരുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. ഓപ്ഷൻ സി നമുക്ക് ഡയബറ്റിസ് ആണ് ഇവിടെയുള്ളത്. ഇപ്പം ഡയബറ്റിസ് ഒരു ക്രോണിക് കണ്ടീഷൻ ദാറ്റ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ഷുഗർ ലെവൽസ്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ബ്ലഡിൽ കൂടുന്ന സമയത്താണ് ഇത് ശരിക്കും ഉണ്ടാകുന്നത്. ആൻഡ് ഇത് ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ല, and it is not transferred from person to person. അല്ലെങ്കിൽ അത് എന്താ പറയേണ്ടത്, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പടരുന്ന ഒന്നല്ല ഈ ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഡയബറ്റിസ് അഗെയിൻ 2 ടൈപ്സ് ഉണ്ട്. ടൈപ്പ് 1 where the body does not produce insulin. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തേയില്ല ബോഡി. അതാണ് ടൈപ്പ് 1 എന്ന് പറയുന്നത്, ഒരു ക്വിക്ക് ഓവർവ്യൂ എന്ന നിലയിൽ. ആൻഡ് ടൈപ്പ് 2 നോക്കിയാലോ, ബോഡി ഇൻസുലിൻ ശരിക്കും ഉപയോഗിക്കാത്ത സിറ്റുവേഷൻ ആണ് വരുന്നത്. ബോഡി ഒരുപക്ഷെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാകും, പക്ഷെ ബോഡി കൃത്യമായിട്ട് അത് ഉപയോഗിക്കുന്നില്ല എന്നാണ്. Now, lifestyle factors, genetics and environmental factors play significant roles in the development of diabetes. അപ്പം ലൈഫ് ഫാക്ടേഴ്സ്, ജീവിത രീതിയാണ് ശരിക്കും ഇതിന് ഒരു ആധാരമായ കാരണമായി മാറുന്നത്. അടുത്തത് ക്യാൻസർ, മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോ ക്യാൻസർ അഗെയിൻ റെഫേഴ്സ് ടു എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഡിസീസസ്. അതിന്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്
അബ്നോർമൽ ഗ്രോത്ത് ഓഫ് സെൽസ് ആണ്. അപ്പൊ ഇത് ശരീരത്തിന്റെ നോർമൽ സെൽസിനെ ഇൻവേഡ് ചെയ്യുകയും അതിനെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത്. ക്യാൻസറും ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ല, അത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പടരുന്ന ഒന്നല്ല ക്യാൻസർ എന്നുള്ളത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ എന്താ പറയേണ്ടത്, നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ ബി, അമീബിയോസിസ്. സോ നമ്മൾ റിക്കറ്റ്സും ഡയബറ്റിസും ക്യാൻസറും എന്താണെന്നുള്ളതിന്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ നമുക്ക് കിട്ടും. അടുത്ത വേണമെങ്കിൽ ഒരു ചോദ്യം വരാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് ഒരു പക്ഷേ ഇതിനിവിടെ ചോദിക്കാം. എന്നിട്ട് ഓപ്ഷൻസ് നമുക്ക് വരുമ്പോഴത്തേക്ക് മാറിയും തിരിഞ്ഞുമായിരിക്കും ഒരു പക്ഷേ വരിക. അല്ലെങ്കിൽ വാട്ട് ടൈപ്പ് ഓഫ് ഡിസീസ് ഇസ് അമീബിയോസിസ് എന്ന് തന്നിട്ട് ആൻസർ ഓപ്ഷൻസിൽ കമ്മ്യൂണിക്കബിൾ വരാം, നോൺ കമ്മ്യൂണിക്കബിൾ വരാം, നൺ ഓഫ് ദി അബവ് വരാം, എന്നിട്ട് മറ്റൊരു ഓപ്ഷനും കൂടെ അവിടെ വരാം. അപ്പൊ പല രീതിയിൽ ഈ ചോദ്യങ്ങൾ മാറിയും തിരിഞ്ഞും നമുക്ക് വരാം. അതുകൊണ്ടാണ് ഈ ഓൾട്ടർനേറ്റ് ഓപ്ഷൻസും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണമെന്ന് പറയുന്നത്. Question number 2. Which vitamin deficiency അല്ലെങ്കിൽ vitamin deficiency is responsible for causing scurvy? Scurvy ഉണ്ടാകുന്നത് ഏത് വൈറ്റമിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്? ഓപ്ഷൻ എ ഇസ് ബി കോംപ്ലെക്സ്, ബി ഇസ് വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി ഓർ വൈറ്റമിൻ കെ. വെൽ, ഇതിന്റെ റൈറ്റ് ആൻസർ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ ഒരു സ്കർവി ഉണ്ടാകുന്നത്. ഇനി സ്കർവിയെ കുറിച്ച് കുറച്ചൊരു ഇൻഫർമേഷൻ നമുക്ക് നോക്കാം. ഇറ്റ് ഇസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി ഡെഫിഷ്യൻസി കൊണ്ട് ഇത് ഉണ്ടാകുന്നു. അപ്പം വൈറ്റമിൻ സി എസെൻഷ്യൽ ആയിട്ട് നമുക്ക് വരുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ കൊളാജൻ സിന്തസൈസ് ചെയ്യുന്നതിന് ബോഡിയിൽ. ആൻഡ് ഇറ്റ് ഇസ് എ പ്രോട്ടീൻ നെസസറി ഫോർ മെയിൻ്റനൻസ് ഓഫ് ഹെൽത്തി സ്കിൻ, ബ്ലഡ് വെസൽസ്, ബോൺസ് ആൻഡ് കാർട്ടിലേജ്. മൾട്ടിപ്പിൾ റോൾസ് ആണ് വൈറ്റമിൻ സിക്കുള്ളത്, അല്ലെ? Now, a lack of vitamin C leads to symptoms such as weakness, anemia, gum disease and skin problems. പല തരത്തിലുള്ള പ്രോബ്ലംസ് ഇവിടെ ഉണ്ടാകാം. വീക്ക്നെസ് വരാം, അനീമിയ വരാം, ഗം ഡിസീസസ് വരാം, ആൻഡ് സ്കിൻ പ്രോബ്ലംസും വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകും. Now, this is because vitamin C plays a crucial role in healing wounds and in maintenance of healthy connective tissues. ഇപ്പം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായാൽ അത് ഭേദപ്പെടുന്നതിന് വളരെയധികം പ്രയോജനകരമാണ് വൈറ്റമിൻ സി, അല്ലെങ്കിൽ വൈറ്റമിൻ സി അതിന് ഒരു ആവശ്യമായ ഘടകമാണ്. ഇനി നമുക്ക് മറ്റ് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആയിരുന്നു ഒരു ഇൻകറക്റ്റ് ആൻസർ ഈ ഒരു ചോദ്യത്തിന്. അപ്പൊ ബി കോംപ്ലെക്സ്. So B complex vitamins are a group of water soluble vitamins that play important roles in cell metabolism and energy production. എനർജി പ്രൊഡക്ഷനിലും സെൽ മെറ്റബോളിസത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ഈ ബി കോംപ്ലെക്സ് എടുക്കുന്നുണ്ട് എന്നുള്ളത്. അതൊരു വാട്ടർ സോളിബിൾ വിറ്റമിൻ ആണ്. Now, deficiencies in certain B vitamins can lead to diseases like beriberi. വൈറ്റമിൻ B1 ഡെഫിഷ്യൻസിയുടെയാണ് തയാമിൻ. അപ്പൊ ബെറിബെറി വൈറ്റമിൻ ബി ഡെഫിഷ്യൻസി കൊണ്ടുവരുന്നു. പെലാഗ്രയും ആകാം. അപ്പൊ അത് നിയാസിൻ അല്ലെങ്കിൽ വൈറ്റമിൻ B3 ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ ഒരു പെലാഗ്ര ഉണ്ടാവുന്നത്. ആൻഡ് പെരിഷ്യസ് അനീമിയ ഉണ്ടാകാം, അത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കൊണ്ടാണ്. ഇനി നമ്മൾ വൈറ്റമിൻ ഡിയുടെ കാര്യം നോക്കിയാലോ. ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് റിക്കറ്റ്സ് ആണ് കുട്ടികളിൽ ഉണ്ടാവുക. അപ്പൊ റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബോൺ വീക്ക് ആകുന്നു അല്ലെങ്കിൽ ഡിഫോമിറ്റീസ് ഉണ്ടാകുന്നു എന്നാണ്. And osteomalacia or osteomalacia in adults. So this leads to weak bones and muscle weakness. Okay, അതാണ് മുതിർന്നവരിൽ ഉണ്ടാകുന്നത്. ഇനി വൈറ്റമിൻ ഡി is crucial for calcium absorption in the bones, but is not related to scurvy. അപ്പം ബോൺസിൽ കാൽസ്യം അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടി വൈറ്റമിൻ ഡി ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി വിറ്റമിൻ കെ ആയിരുന്നു അതിൽ തന്നിരുന്നത്. സോ ദിസ് ഇസ് എസെൻഷ്യൽ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ് ആൻഡ് ബോൺ മെറ്റബോളിസം. ബ്ലഡ് ക്ലോട്ടിങ്ങിനും ബോണിന്റെ ആ ഒരു മെറ്റബോളിസം നടക്കുന്നതിനും വേണ്ടിയിട്ട് വൈറ്റമിൻ കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഡെഫിഷ്യൻസി ക്യാൻ ലീഡ് ടു ഇൻക്രീസ്ഡ് ബ്ലീഡിംഗ് ടൈംസ് ആൻഡ് ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് സിംറ്റംസ് ഓഫ് സ്കർവി. ആ ബ്ലീഡിംഗ്, അതായത് ശരീരത്തിൽ ഒരു മുറിവ് സംഭവിച്ചിട്ട് ബ്ലീഡിംഗ് ഉണ്ടായാൽ അത് ക്ലോട്ട് ചെയ്യുന്നതിന് സമയം കൂടുതൽ എടുക്കും എന്നുള്ളതാണ്. ആ ബ്ലീഡിംഗ് ടൈംസ് കൂടും എന്ന് പറയുന്നതിൽ നമ്മൾ മനസ്സിലാക്കിയത്.
Next is number 3. Which specimen is most commonly tested to identify typhoid carriers? അപ്പോൾ ടൈഫോയിഡ് കാരിയേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ടൈഫോയിഡ് കോസ് ചെയ്യുന്ന സംഗതികൾ അതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സ്പെസിമെൻ ആണ് സാധാരണയായി ടെസ്റ്റ് ചെയ്യുക? യൂറിൻ ആണോ, ബ്ലഡ് ആണോ, ഫീസിസ്, ഓർ ഇസ് ഇറ്റ് സ്പൂട്ടം? ഈ 4 ഓപ്ഷനിൽ ഏതാണ്? വെൽ, ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ഇവിടെ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി എക്സ്പ്ലനേഷൻ. ടെസ്റ്റിംഗ് ഫീസസ് ഇസ് ക്രിട്ടിക്കൽ ഫോർ ഐഡന്റിഫൈങ് കാരിയേഴ്സ് ഓഫ് ടൈഫോയിഡ് ഫീവർ. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ആദ്യത്തെ സെന്റൻസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. സോ കാരിയേഴ്സ് മേ നോട്ട് എക്സിബിറ്റ് സിംറ്റംസ് ബട്ട് ക്യാൻ സ്റ്റിൽ ഷെഡ് ദ ബാക്ടീരിയ ഇൻ ദിയർ സ്റ്റൂൾ, പൊട്ടൻഷ്യലി സ്പ്രെഡിംഗ് ദ ഡിസീസ് ടു അതേഴ്സ്. അപ്പം ഈ കാരിയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരിൽ ഇത് ഉണ്ട് എന്നുള്ളതാണ് ശരിക്കും അതിന്റെ അർത്ഥം. ബാക്ടീരിയ അവരിൽ ഉണ്ട്, പക്ഷേ അവർ ഇതുവരെ സിംറ്റംസ് എക്സിബിറ്റ് ചെയ്ത് തുടങ്ങത്തില്ല. അതായത് എന്താ പറയേണ്ടത്, ടൈഫോയിഡ് ഫീവർ വന്നതിന്റെ ഒരു സിംറ്റംസ് ഇതുവരെ അവർ കാണിച്ചു തുടങ്ങിയില്ല, പക്ഷേ പൊട്ടൻഷ്യലി ഒരു കാരിയർ ആണ് എന്നുള്ളത്. അതാണ് ശരിക്കും ചോദ്യവും ഇവിടെ പറയുന്നത്. ചോദ്യം പറയുന്നത് എന്താണ്? ഒരു പൊട്ടൻഷ്യൽ ടൈഫോയിഡ് കാരിയറിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അല്ലാതെ ടൈഫോയിഡ് ഉണ്ട്, സിംറ്റംസ് വന്നതിന് ശേഷം ചെയ്യുന്ന ടെസ്റ്റ് അല്ല ഇത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Now, public health efforts to control typhoid fever include screening potential carriers with fecal tests, especially in outbreak investigations or in endemic areas. അപ്പൊ ഇതാണ് ശരിക്കും ഇതിന്റെ ആ ഒരു ഉദ്ദേശം. ആ കാരിയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഏരിയയിൽ ടൈഫോയിഡ് ഫീവർ വന്നു എന്നുള്ള ആ ഒരു നിഗമനത്തിൽ എത്തിക്കഴിഞ്ഞാല് ആ ഒരു പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പിന്നെ അവിടെ നടത്താൻ പോകുന്ന ടെസ്റ്റ് ആണ് ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാരിയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. ഓക്കെ, അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഐഡന്റിഫൈങ് കാരിയേഴ്സ് ഹു മൈറ്റ് നോട്ട് ഷോ സിംറ്റംസ് ബട്ട് കെൻ സ്പ്രെഡ് ദ ബാക്ടീരിയ. അതാണ് കാരിയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് സിംറ്റംസ് ഇല്ല, പക്ഷേ ഈ ബാക്ടീരിയ സ്പ്രെഡ് ചെയ്യാനായിട്ട് അത് സാധിക്കും എന്നുള്ളത്. സോ ആ ഒരു അർത്ഥത്തിലാണ് എന്താ പറയേണ്ടത്, ഈ ഒരു ഫീക്കൽ ടെസ്റ്റിംഗ് ഇവിടെ ഒരു കീ ടൂൾ ആയി മാറുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ആയി മാറുന്നത്. ഇനി ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. യൂറിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറിൻ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് വേരിയസ് കണ്ടീഷൻസ്. പക്ഷേ അത് ഒരു ടൈഫോയിഡ് ഫീവറിന് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ലെസ് കോമൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ബ്ലഡിന്റെ കാര്യം നോക്കിയാലോ, ബ്ലഡ് കൾച്ചേഴ്സ് ആർ പ്രൈമറിലി യൂസ്ഡ് ഫോർ ഡയഗ്നോസിങ് ആക്റ്റീവ് ടൈഫോയിഡ് കേസസ്. അപ്പം ആക്റ്റീവായിട്ടുള്ള ടൈഫോയിഡ് ഫീവർ കേസസ് ഒരു പക്ഷേ ഇനിഷ്യൽ സ്റ്റേജ് എന്ന നിലയിൽ ഫീക്കൽ ടെസ്റ്റ് നടത്തുന്നു. അതിനുശേഷം ആ ഒരു ഏരിയയിൽ നിന്ന് ഇത് പൊട്ടൻഷ്യൽ കാരിയർ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആണോ എന്ന് ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ഉപയോഗിക്കുന്നു. പക്ഷെ ബ്ലഡ് ടെസ്റ്റ് കാരിയർ ആണോ എന്ന് അറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ബ്ലഡ് ഇതിന്റെ ആൻസർ ആയിട്ട് വരാത്തത്. ഈ സ്പൂട്ടം നോക്കിയാലോ, these are not used for diagnosing typhoid fever. Okay, പക്ഷേ എന്താ പറയേണ്ട, സ്പൂട്ടം ടെസ്റ്റ് എന്തെങ്കിലും തരത്തിലുള്ള ലങ്സിനെയോ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയോ എഫക്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ സ്പൂട്ടം അതിന് യൂസ് ചെയ്യുന്നു എന്നാണ്. 4ാമത്തെ ചോദ്യം, what diseases does the TAB vaccine protect against? പോളിയോ ആണോ, diphtheria, pertussis or typhoid? ഏത് ഡിസീസസിനെതിരെയാണ് TAB വാക്സിന്റെ പ്രൊട്ടക്ഷൻ വരുന്നത്? വെൽ, ദി ആൻസർ ഇസ് ടൈഫോയിഡ്. ടൈഫോയിഡിന് ഉള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് ശരിക്കും ഇത്. ഈ വാക്സിനെ കുറിച്ച് കുറച്ച് കൂടുതൽ നമുക്ക് നോക്കാം. അപ്പോ TAB vaccine is designed to offer protection against typhoid fever, which is caused by bacterium Salmonella typhi. ഇപ്പൊ ബാക്ടീരിയം സാൽമണല ടൈഫി ആണ് ടൈഫോയിഡ് ഫീവർ ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലയിലാണ് TAB വാക്സിൻ വരുന്നത്. The vaccine may include components targeting typhoid as well as other bacteria. അപ്പം ഇതിനകത്ത് ഈ ടൈഫോയിഡിനെ ടാർഗറ്റ് ചെയ്യുന്നു, അറ്റ് ദ സെയിം ടൈം വാക്സിനിൽ മറ്റ് ബാക്ടീരിയയും ഉണ്ടാകും എന്നാണ് പറയുന്നത്. So it provides broad spectrum protection against diseases including typhoid fever, which is a significant concern in areas with poor sanitation.
വളരെ പൂർ ആയിട്ടുള്ള സാനിറ്റേഷൻ കണ്ടീഷൻസ് ഉള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും ഇതിന്റെ ഉപയോഗം കൂടുതൽ വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോ ഈ ഒരു പോയിന്റ് നോക്കിയേ. ഈ TAB is formulated to provide immunization against typhoid fever which is caused by Salmonella typhi. ഓക്കെ, അപ്പൊ ഈ ഒരു സ്പെസിഫിക് ബാക്ടീരിയത്തിന്റെയാണ് ഇവിടെ നോക്കുന്നത്. പക്ഷെ അതിനകത്ത് മറ്റ് ആന്റിജൻസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ഇപ്പൊ TAB എന്ന് പറയുമ്പോൾ വാട്ട് ഡസ് ഇറ്റ് സ്റ്റാൻഡ് ഫോർ? ടൈഫോയിഡ്, പാരാടൈഫോയിഡ് A ആൻഡ് പാരാടൈഫോയിഡ് B. അപ്പൊ ഈ ഡിഫറെന്റ് ബാക്ടീരിയസിനെതിരെ ഉള്ള കവറേജ് ഈ ഒരു വാക്സിനിൽ ഉണ്ട്, TAB-യിലുണ്ട്. അപ്പോൾ ടൈഫോയിഡ്, പാരാടൈഫോയിഡ് A ആൻഡ് പാരാടൈഫോയിഡ് B എന്നുള്ളതാണ് TAB-യുടെ ആ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇനി ടൈഫോയിഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കിയാലോ, വളരെ ഹൈ ഫീവർ ഉണ്ടാകും, ഫാറ്റിഗ്, വീക്ക്നെസ്, വയറ്റിൽ വേദന, തലവേദന, ലോസ് ഓഫ് ആപ്പറ്റൈറ്റ്, വിശപ്പില്ലായ്മ, ഇതൊക്കെ ഇതിനകത്ത് വരും എന്നുള്ളത്. ഓക്കെ, ഓടെ. സോ അടുത്ത് നമുക്ക് പോളിയോ ഒരു ഓപ്ഷൻ ആയിരുന്നല്ലോ ഇതിനകത്ത്. സോ പോളിയോ ഇസ് എ വൈറൽ ഇൻഫെക്ഷൻ ദാറ്റ് ക്യാൻ ലീഡ് ടു പാരാലിസിസ് ആൻഡ് ഇസ് പ്രിവെന്റഡ് ബൈ ദ പോളിയോ വാക്സിൻ. ഇപ്പൊ പോളിയോ പാരാലിസിസ് ഉണ്ടാകാനുള്ള ആ ഒരു സാധ്യതയുണ്ട്, ഒരു ഡിഫോമിറ്റി വരാനുള്ള ആ ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതിന് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് പോളിയോ വാക്സിൻ തന്നെയാണ്. ഓക്കെ, ഇനി ജിഫ്തീരിയയുടെ കാര്യങ്ങൾ നമ്മൾ നോക്കിയാലോ. സോ ദിസ് ഇസ് എ ബാക്ടീരിയ ഇൻഫെക്ഷൻ കോസിംഗ് എ തിക് കവറിംഗ് ഇൻ ദ ബാക്ക് ഓഫ് ദ ത്രോട്ട്. തൊണ്ടയുടെ ബാക്കിൽ ഒരു തിക് ബ്ലാക്ക് കവറിംഗ്, ഒരു തിക് കവറിംഗ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഇവിടെ ബ്രീതിങ് പ്രോബ്ലംസ് ഉണ്ടാകാം, പാരാലിസിസ് വരാം, ആൻഡ് ചിലപ്പോ മരണത്തിലേക്കും അത് ചെന്നെത്താം എന്നുള്ളത്. അപ്പൊ ഇതിന് DTP വാക്സിൻ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്, TAB അല്ല. ഇപ്പൊ ഡിഫ്തീരിയ, ടെറ്റനസ് ആൻഡ് പെർട്രൂസിസ്, അതാണ് DTP വാക്സിൻ എന്ന് പറയുന്നത്. ഇനി പെർട്രൂസിന്റെ കാര്യം നോക്കിയാലോ. പെർട്രൂസിസ് വൂപ്പിംഗ് കോഫ് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്, അല്ലെ? വളരെയധികം കണ്ടേജിയസ് ആയിട്ടുള്ള ഒരു റെസ്പിറേറ്ററി ഡിസീസ് ആണ് ശരിക്കും ഇത്. വളരെ വയലന്റ് ആയിട്ടുള്ള കോഫിംഗ് എപ്പിസോഡ്സ് ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളത്. അതിനും DTP വാക്സിൻ തന്നെയാണ് അതിന് ഉപയോഗിക്കുന്നത്, TAB വാക്സിൻ അല്ല എന്നുള്ളത്. ഓൾറൈറ്റ്, സോ ഈ ഒരു പാർട്ട് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്തിട്ട് അടുത്ത പാർട്ടിൽ ഐ വിൽ കണ്ടിന്യൂ വിത്ത് ഫ്യൂ മോർ ക്വസ്റ്റ്യൻസ്. ഇതേ രീതിയിലുള്ള ഡിസ്കഷൻ നമുക്ക് നടത്താം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും സ്പെസിഫിക് റിക്വയർമെന്റ് ഉണ്ടെങ്കിലോ പ്ലീസ് ലീവ് യുവർ കമന്റ്സ്. കമന്റ് സെക്ഷനിൽ നിങ്ങൾ അത് മെൻഷൻ ചെയ്യുക. അത് മെൻഷൻ ചെയ്യുന്നതനുസരിച്ച് ലെസൺസിനകത്ത് വേണ്ട ചേഞ്ചസ് ഞാൻ വരുത്തി കൊണ്ടുവരാവുന്നതാണ്. ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ്, ഈ ഒരു ICDS സൂപ്പർവൈസർ എക്സാമിന് ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലനേഷനായി ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. And I will do the needful for it. So thank you very much for watching. My name is Sebastian. Wish you a good day ahead. Thank you.